വീണ്ടും ഒരു ചികിത്സാ പിഴവ് പരാതി ഉയർന്നിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്നാണ് പരാതി. ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയായ കൊല്ലം പന്മന സ്വദേശി വേണുവാണ് മരിച്ചത്. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടും 5 ദിവസമായി ഒരു ചികിത്സയും നൽകിയിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നായയെ നോക്കുന്ന കണ്ടുകൊണ്ടുപോലും തന്നെ ആശുപത്രി അധികൃതർ നോക്കിയില്ലെന്ന് പറഞ്ഞ് മരിക്കുന്നതിന് മുൻപ് സുഹൃത്തുക്കൾക്ക് വേണു അയച്ച ശബ്ദ സന്ദേശവും ഇതിനിടെ പുറത്തു വന്നു. എന്നാൽ വേണുവിന് പരമാവധി ചികിത്സ ഉറപ്പാക്കിയിരുന്നതായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നു. വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംഭവിച്ചത് എന്താണ്? പരിശോധിക്കാം RD എക്സ്റേ. നെഞ്ചുവേദനയെ തുടർന്ന് ഒക്ടോബർ 31-നാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ വേണുവിനെ ചവറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും അവിടെ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്കും എത്തിച്ചത്. തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. 5 ദിവസം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിട്ടും യാതൊരു ചികിത്സയും ലഭിച്ചില്ലെന്നാണ് മരിക്കുന്നതിന് മുൻപ് വേണു സുഹൃത്തിനയച്ച സന്ദേശത്തിൽ ആരോപിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് ആരോഗ്യനില മോശമായി വേണു മരിച്ചത്. ആശുപത്രി അധികൃതർ ചികിത്സ നിഷേധിച്ചതായും മരണവിവരം പോലും അറിയിച്ചത് വൈകിയാണെന്നും കുടുംബം ആരോപിച്ചു. മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കുടുംബം പരാതി നൽകി. അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. വേണുവിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നെന്നും ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്നുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം. ചികിത്സാ നിഷേധത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലും കൊല്ലം ചവറയിലും പ്രതിഷേധിച്ചു. RD എക്സ്റേ ന്യൂസ് മലയാളം. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വേണു സുഹൃത്തിന് അയച്ച ശബ്ദ സന്ദേശം ഇതിനിടെ പുറത്തു വന്നു. താൻ മരിച്ചാൽ അതിന്റെ കാരണം ആശുപത്രിയുടെ അനാസ്ഥയെന്ന് വേണു പറയുന്നു. കേൾക്കാം. ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മയും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സിൽ എന്നെ പരിശോധിക്കുമെന്ന് ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു, എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കും എന്നുള്ളത്. അവർക്കൊരു കാരണവശാലും യാതൊരുവിധ ഐഡിയയില്ല. ഒരൈഡിയയില്ല. ഇവരിനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിഴുപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക. ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി, ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാൻ. ഡാറ്റാ ഷീറ്റിലേക്ക് ആണ് ആവർത്തിക്കുന്ന പിഴവുകൾ എന്നുള്ളതാണ് ചോദ്യം. അടുത്തിടെ സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവ്, അനാസ്ഥ പരാതികൾ ആവർത്തിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ 9 വയസ്സുകാരിയുടെ ചികിത്സയിൽ പിഴവുണ്ടായത് വൻ വിവാദമായി. വീണു പരിക്കേറ്റ കുട്ടിയുടെ കൈയിലിട്ട പ്ലാസ്റ്റർ അഴിച്ചപ്പോൾ രക്തയോട്ടം നിലച്ച അവസ്ഥയുണ്ടായി. ഒടുവിൽ കൈ തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്നു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ 22കാരി മരിച്ചത് അനസ്തേഷ്യ നൽകിയതിലെ പിഴവെന്ന് കുടുംബം ആരോപിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗർഭാശയ സംബന്ധമായ പരിശോധനയ്ക്കിടെ വീട്ടമ്മ മരിച്ചത് മരുന്ന് നൽകിയതിലെ പിഴവെന്ന് കുടുംബവും ആരോപിക്കുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങുകയും ചെയ്തു. താമരശ്ശേരിയിലെ 9 വയസ്സുകാരിയുടെ മരണം ചികിത്സാ പിഴവെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. മരിച്ച കുട്ടിയുടെ അച്ഛൻ ഡോക്ടറെ ആക്രമിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇതൊക്കെയാണ് സമീപകാലത്തെ സംഭവങ്ങൾ. ഹർഷൻ, പ്രതിപക്ഷം ആരോപിക്കുന്നത് ആരോഗ്യ കേന്ദ്രം കേരളം വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ്. ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുകയാണോ? അല്ല, ഇതിൽ പ്രഥമ ദൃഷ്ടിയ ഇപ്പം നമ്മളൊരു വിദഗ്ധനൊന്നുമല്ല, ആരോഗ്യ വിദഗ്ധനല്ല, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അല്ലാതെ ഈ സംവിധാനങ്ങളും സാഹചര്യങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾക്ക് ബോധ്യമുള്ളതുകൊണ്ടും ഇതിലൊരു വീഴ്ച തോന്നുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതൊക്കെ ഇനി അന്വേഷണത്തിൽ വരേണ്ട കാര്യമാണ്. പക്ഷേ നമുക്ക് പ്രഥമ ദൃഷ്ടിയ വീഴ്ച തോന്നുന്നു എന്നത് പറയാൻ കാരണം ഇപ്പോൾ എമർജൻസി ആൻജിയോപ്ലാസ്റ്റി നിർദ്ദേശിച്ച് അവിടെ നിന്ന് റെഫർ ചെയ്തതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക്. അവിടേക്ക് എത്തി 6 ദിവസമായിട്ടും അത് നടന്നിട്ടില്ല, അല്ലെങ്കിൽ അതേക്കുറിച്ച് രോഗിയെ അറിയിക്കുന്നില്ല എന്നതൊരു വീഴ്ച തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നടത്തണമെന്ന് നിർബന്ധമില്ല. ആ ഗോൾഡൻ അവർ കഴിഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞ് രോഗി സ്റ്റേബിളാണ്, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളില്ല. അപ്പോൾ അങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഇതിപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു അസ്വാഭാവികമായ സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുന്നു, അദ്ദേഹം മരിക്കുന്നു എന്നതാണ് പിന്നീട് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ
അത് എന്താണ് രോഗിയുടെ അവസ്ഥ എന്നത് രോഗിയെ ബോധ്യപ്പെടുത്തേണ്ടത് ഏറ്റവും പ്രാഥമികമായ കർത്തവ്യമാണ്. അത് നടന്നിട്ടില്ല എന്നതാണ് പ്രശ്നം. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, എൻ്റെ ചികിത്സ എപ്പോൾ നടക്കും, എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ ചികിത്സിക്കുന്ന റൗണ്ട്സിന് വരുന്ന ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല എന്ന് പറയുന്നത് ഈ പ്രാഥമികമായ കാര്യം, അതായത് രോഗിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന പ്രാഥമികമായ കാര്യം അവിടെ ചെയ്തിട്ടില്ല. ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഒന്ന് ഈ ഡിലേ. ആ ഡിലേ എന്ന നിലയ്ക്ക് നമുക്ക് തോന്നുന്നത്, ഇതിപ്പോൾ നമ്മൾ വിദഗ്ധനല്ല, ഡിലേ എന്നാണ് നമുക്ക് തോന്നുക. കാരണം എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി നിർദ്ദേശിച്ച് പറഞ്ഞു വിടുന്നയാളാണ്. അത് ഒരു ഡിലേ ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇതേ തോന്നലാണ് രോഗിക്കും ഉണ്ടായിട്ടുള്ളത്. അത് രോഗിയോട് എന്തുകൊണ്ട് പറഞ്ഞില്ല, എന്തുകൊണ്ട് ഈ ഡിലേ ഉണ്ടാകുന്നു എന്നുള്ളത് പറഞ്ഞില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. ഇപ്പോൾ രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾക്ക് എപ്പോഴും അതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആശുപത്രി ചെന്നാൽ, ഇപ്പോൾ സർക്കാർ ആശുപത്രി ആയിക്കോട്ടെ സ്വകാര്യ ആശുപത്രി ആയിക്കോട്ടെ, വേണ്ട രീതിയിൽ നമ്മളെ പരിഗണിക്കുന്നില്ല എന്നുള്ള തോന്നൽ എല്ലാ രോഗികൾക്കും ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഇത് ആ നിലയ്ക്കൊരു തോന്നലായിട്ട് കരുതാനാവില്ല. അപ്പോൾ പലരും ഇപ്പോൾ ആ ഡോക്ടറുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ, ആശുപത്രി സൂപ്രണ്ടിൻ്റെ പ്രതികരണത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതികരണം വന്നു എന്നത് അറിയില്ല. കാര്യങ്ങളെല്ലാം സ്റ്റേബിൾ ആയിരുന്നതാണ്. സ്റ്റേബിളാണെന്നുള്ളതെങ്കിലും അറിയിക്കണമല്ലോ. അത് ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നില്ല. അതെനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ സർക്കാർ ആശുപത്രിയിലെ ഈ ഓവർ ക്രൗഡും അത്തരം സാഹചര്യങ്ങളെല്ലാം കൂടെ കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. ഇതിനിപ്പോൾ പല കാരണങ്ങൾ, ഇത്തരം ഹൃദ്രോഗികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു അനുഭവം എന്താണ്, ഞാൻ ഇപ്പോൾ പിന്നെ കാര്യം ഗ്യാസ് കൊണ്ടായാണെങ്കിലും ചെസ്റ്റ് പെയിൻ തോന്നിയിട്ട് ആശുപത്രിയിൽ ചെന്ന ഒരു ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പിന്നെ ഒരു സെക്കൻഡ് ആശുപത്രിയിലെ ആ സംവിധാനങ്ങൾ മറ്റൊന്നിനും വേണ്ടി പ്രവർത്തിക്കുന്നില്ല, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. വളരെ വേഗത്തിലാണ് പിന്നെ കാര്യങ്ങൾ. നമ്മൾ ആരാണെന്നോ എന്താണെന്നോ വേറെ സ്വാധീനമോ ഒന്നും ഉപയോഗിച്ചിട്ടല്ലല്ലോ, നമ്മളങ്ങ് ചെന്ന് കയറുന്നു, ഇത് പറയുന്നു, പിന്നെ അവർ നമ്മളെ ഒന്നും നടക്കാൻ പോലും അനുവദിക്കില്ല. ബാക്കി മുഴുവൻ കാര്യങ്ങളും വളരെ ചടുല വേഗത്തിൽ അവർ നീക്കുകയാണ്. അപ്പോൾ അത്ര ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്നാണ് പൊതുജനത്തിനുള്ള ബോധ്യം. ആ ഗൗരവത്തോടെ ഇവർ കൈകാര്യം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ഓട്ടോ തൊഴിലാളിയാണ്, ഒരു വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. എല്ലാ അർത്ഥത്തിലും ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരു വെപ്രാളവും ഒരു ആധിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് പ്രകടമാണ്. അത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാതിരിക്കുക എന്നുള്ളത് ശരിയല്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇവർക്കുള്ള ഗൈഡ് ലൈൻസ് ഡോക്ടർമാർക്ക് എത്ര ഗുരുതരമായ പ്രശ്നമായാലും, ഇനിയിപ്പോൾ നാളെ മരണത്തിലേക്ക് കിടക്കുകയാണെങ്കിലും നിങ്ങളത് ആ രോഗിയെ ബോധ്യപ്പെടുത്തണമെന്നുള്ളതാണ്. അതല്ല രോഗി ഭയന്നു പോകും, അതുകൊണ്ട് പറയേണ്ടതില്ല എന്നൊക്കെയുള്ളതൊരു പഴഞ്ചൻ സംഗതിയാണ്. ഇതതുകൊണ്ടൊന്നുമല്ല കേട്ടോ, ഇതൊരു നെഗ്ലിജൻസ് തന്നെയാണ്. ഇത് രോഗി ഇങ്ങനെ ആയിരക്കണക്കിന് രോഗികളിലൂടെ കിടക്കുന്നു, അപ്പോൾ ഇതിനൊക്കെ മറുപടി പറഞ്ഞു പോയാൽ ഇതിനൊന്നും സമയം തികയില്ല എന്നുള്ള ഒരു തോന്നലോ ആ നെഗ്ലിജൻസോ അത് അദ്ദേഹത്തിന് വേണുവിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി അന്വേഷണത്തിൽ തെളിയട്ടെ. ഉറപ്പായും എന്തായാലും അതിന് കൃത്യമായ മറുപടി പറയേണ്ട ഒരു കൃത്യമായ നടപടി ഉണ്ടാവണം. ആവർത്തിക്കുന്നു പിഴവുകൾ എന്നുള്ളതാണ് ഒരു അതാണ് ഇപ്പോൾ തുടർച്ചയായി ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കൈ മുറിച്ച് മാറ്റേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടാകുന്നത് നമുക്കത് ചിന്തിക്കാനാവാത്ത ഒരു സംഗതിയാണല്ലോ. അത്രയും ഒരു കൊച്ചുകുട്ടി അത് തിരിച്ചറിയുന്നത്, വീട്ടുകാർ തിരിച്ചറിയുന്നത് പോലും ആ മുറിവിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാകുമ്പോഴാണ്. പിന്നീട് ആ കൈ മുറിച്ചു മാറ്റേണ്ടി വരുന്നു എന്നതൊക്കെ സങ്കടകരമായ കാര്യമാണ്. കാരണം ഇതെല്ലാം ഒരു നെഗ്ലിജൻസിൽ നിന്നാണ്. പിന്നെ ഇതിപ്പോൾ ആരുടെയാണ് ആ നെഗ്ലിജൻസ് എന്നുള്ളത് വേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് അതും വിശദമായി പരിശോധിക്കേണ്ടതാണ്. ഒരു ഡോക്ടറുടെ വീഴ്ചയായിരിക്കാം, ആ നിലയ്ക്ക് നമുക്കതിനെ പരിഗണിക്കാം. പക്ഷേ ഈ 6 ദിവസം ഇങ്ങനെ നീളുമ്പോൾ അതൊരു ഡോക്ടറുടെ വീഴ്ചയല്ല, സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ്. ആ സിസ്റ്റത്തിൻ്റെ വീഴ്ച എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൽ സർക്കാർ ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട്. കാരണം ഈ സിസ്റ്റം ഉണ്ടാക്കുന്നതും കൊണ്ടു നടക്കുന്നതുമായ ഒരു സംവിധാനം, അല്ല അതിനെ മേൽനോട്ടം വഹിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഗവൺമെൻറ്റും തീർച്ചയായും അതിൻ്റെ ഉത്തരവാദിത്വം കാണിക്കണം. അത് വെച്ച് വീണ ജോർജാണ് ഈ വേണുവിൻ്റെ മരണത്തിന് ഉത്തരവാദി എന്നൊറ്റ നിലയ്ക്ക് ആ നിലയ്ക്ക് നമുക്ക് പറഞ്ഞു വയ്ക്കാനും കഴിയില്ല. കാരണം ഈ ഇതിപ്പോൾ നമ്മൾ കേരളത്തിലെ ആശുപത്രികളുടെ ഒരു നിലവാരവും അതിൻ്റെ പ്രവർത്തനക്ഷമതയും ഒക്കെ നോക്കിയാൽ ഈ വളരെ വളരെ മെച്ചപ്പെട്ടു എന്ന് മാത്രമല്ല, മികച്ച സംവിധാനങ്ങളിലേക്കും സൗകര്യങ്ങളിലേക്കും ആശുപത്രികൾ കഴിഞ്ഞ കുറേ 10-15 വർഷത്തിനിടയ്ക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിലുള്ളപ്പോൾ അവിടുത്തെ തിരക്ക്, ഈ കാത്ത് ലാബുകളുടെ എണ്ണത്തിലുള്ള കുറവ്, ഇങ്ങനെ പല കാര്യം, ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം, ഈ ഹൃദ്രോഗികൾക്ക് വയ്ക്കാനുള്ള സ്റ്റെൻറ്റിൻ്റെയൊക്കെ അഭാവം, അത് മരുന്ന് അതിൻ്റെ പൈസ സമയത്ത് കൊടുക്കാത്തതിൻ്റെ പ്രശ്നം, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് ഇതും. ആ സിസ്റ്റത്തെ തിരുത്തുകയാണ് ചെയ്യേണ്ടത്. ഉറപ്പായും സിസ്റ്റത്തെ തിരുത്തുകയാണ്, അല്ലാതെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനമാണ് കേരളം എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. അതിന്മേൽ കരിനിഴൽ വീഴ്ത്തും വിധം ആരുടെ ഭാഗത്ത്
നിന്ന് പ്രവർത്തനങ്ങളും പിഴവുകളും ഉണ്ടായാലും കടുത്ത നടപടി ഉണ്ടാകണം. ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തണം. രോഗി ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന തീർപ്പിൽ എന്തായാലും RDX ഈ ഘട്ടത്തിൽ എത്തുന്നില്ല. പക്ഷേ ആശുപത്രിയിൽ കഴിയുന്ന രോഗികളുടെയും ബന്ധുക്കളുടെയും കൂട്ടിരിപ്പുകാരുടെയും മനോനില മനസ്സിലാക്കി പെരുമാറാൻ സംവിധാനത്തിന് ആകണം. ശസ്ത്രക്രിയ നടത്താനുള്ള ശാരീരികാവസ്ഥ ഉണ്ടായിരുന്നില്ലെങ്കിൽ, രോഗിക്കുണ്ടായിരുന്നില്ലെങ്കിൽ അത് ബന്ധുക്കളെയെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതാണ്. എന്തുകൊണ്ടാണ് ചികിത്സ വൈകുന്നത് എന്ന് പോലും ആരും പറയുന്നില്ലെന്നാണ് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വേണു അയച്ച ശബ്ദ സന്ദേശത്തിലുള്ളത്. അങ്ങനെ സംഭവിച്ചുവെങ്കിൽ അത് ഗുരുതര അനാസ്ഥ തന്നെയാണ്. നടപടിയും തിരുത്തും ഉണ്ടായേ മതിയാകൂ.